ഇത് നമ്മൾ കാൺപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണുള്ളത്. നമ്മൾ രാവിലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചു വന്നു. എല്ലാ ട്രെയിനും ഡിലേ ആണ് കേട്ടോ. പ്രയാഗ്രാജിലേക്ക് പോകുന്നതുകൊണ്ട് ഡയറക്റ്റ് പോകേണ്ട വണ്ടികളൊക്കെ പലതും വഴിതിരിച്ച് വിട്ടിട്ടൊക്കെ വരുന്നത്. നമ്മൾ കുംഭമേളയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ റെയിൽവേ യോഗിക്ക് എഴുതി കൊടുത്ത അവസ്ഥയാണ്. എല്ലാ കാര്യങ്ങളും യോഗിയാണ് തീരുമാനിക്കുന്നത്. ട്രെയിനുകളൊക്കെ ഫുള്ള് ഡിലേ ആണ്. बोले सनातन धर्म की, माता पिता गुरुदेव की, बोलो हर हर महादेव, जगह भूम की। ठीक 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 है भाई। अच्छा भेज देना जो हम भी सुनेंगे। हाँ ठीक है ठीक है। की विनती, जय गंगा मैया, हर हर महादेव, हर हर भोलेनाथ, जय भोलेनाथ, जय श्री माँ, जय बाबा। अरे കയ്യിലുള്ളത് കഞ്ചാവാണ് കേട്ടോ അവരെ കയ്യിലുള്ളത്. അവർക്ക് ഗ്ലാസ് കിതറേ, ഗ്ലാസ് കിതറേ, ഗ്ലാസ്. ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റ അബദ്ധമാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിൻ്റെ കഥ. ഇത്രയും പേര് കേട്ട ഒരു സിറ്റിയിലുള്ള ഹോട്ടലുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. പിന്നാമ്പുറത്ത് മുന്നാമ്പുറത്ത് വെച്ച അവസ്ഥയാണ് അവിടെ. അതിൻ്റെ മുകളിൽ സ്റ്റിക്കായി അവിടെ നിൽക്കുന്നുണ്ടോ. യു പിയിലെ മുസ്ലിംസ് തിങ്ങി താമസിക്കുന്ന ഏരിയയിലെ ഓരോ വീടുകളാണ് നമ്മൾ ഈ കാണുന്നത്. വികസനം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയില്ല. എല്ലാം പണ്ട് കാലത്തുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ കോലം നോക്ക്. ഇതൊക്കെയാണ് നമ്മളെ യു പി മോഡൽ വികസനം എന്ന്. ഇതിനൊക്കെയാണ് ഈ തള്ളി മറിക്കുന്ന യു പി മോഡൽ, ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു പേയ്മെന്റ് കിട്ടുന്നുണ്ട് കാൺപൂർന്ന്. ഏതാണ്ട് 1 വർഷത്തിനടുത്തായി. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടൊക്കെ വന്നത്. ഇത് നമുക്ക് ഗയന്ന് കിട്ടിയൊരു ഫ്രണ്ടാണ്. അവർ ഐ സ്പെഷ്യലിസ്റ്റാണ്. ഗയന്ന് കിട്ടിയ ഇവർ കാൺപൂരുകാരാണ്. ഇവരിപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് പോകാനുള്ള വഴിയൊക്കെ റെഡിയാക്കി തരുന്നുണ്ട്. आपका नाम नहीं बोला भाई? नाम नहीं बोला? सम्राट सिंह। सम्राट सिंह? हाँ। सिंह पंजाब से है? नहीं, सिंह नहीं है, सिंह है। सिंह हाँ इधर का, इधर का? हाँ इधर का। हाँ। ओ मैं पंजाब के, वो अमृतसर सब घूम के आया है। उधर है ना? अब जा रहे हैं? हाँ ठीक है, कॉन्टैक्ट करेगा मैं। कोई दिक्कत होगा कॉल कर ठीक है ठीक है ठीक है। ये वाला जो है ना, हाँ 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 जाइएगा मसाला ही मंडी है आगे। हाँ ठीक ठीक है ठीक। അപ്പം നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഓരോ ബിൽഡിങ്ങിൻ്റെ കോലാണ് കേട്ടോ കാണുന്നത്. അതൊക്കെ ഏതാണ്ട് പൊട്ടിപ്പൊളിഞ്ഞങ്ങ് എത്താറായ ബിൽഡിങ്ങുകളാണ്. എല്ലാം ബിൽഡിങ്ങുകളെല്ലാം തന്നെ മോഡേൺ എന്നല്ല, പഴയ കാലത്തുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. അതുപോലെ വണ്ടികൾ എന്ന് വെച്ചാൽ ഫുള്ളുള്ളത് ഈ ചെറിയ ചെറിയ ഈ റിക്ഷകളാണ്. അവർക്ക് ഗ്ലാസ് കിതറേ, ഗ്ലാസ് കിതറേ, ग्लास 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 किधर है? हाँ ग्लास नहीं है आपको, टूट गया। ठीक है, स्पाइसेस का, स्पाइसेस का फोन है दिखाता हूँ दो। फोन है क्या? അപ്പോൾ നമ്മളെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ. കാൺപൂരിൽ നമുക്ക് പിടിയുണ്ട്. आपका बनाता है? आपका ग्लास किधर है? वो है मेरा। कैसे बताओ? लोडर वाले टक्कर मारा, टूटा ये। हाँ क्यों रेडी नहीं किया? क्यों रेडी नहीं किया है? रेडी कहाँ दिया? ये बड़ी कड़की चल रही है। എല്ലാവരും ക്യാൻവാസ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. ടൈമില്ല. ले लो, ये इसमें आएगा आपका. ठीक है, आपका नाम क्या है? हाँ शुभम. ठीक है, दोनों आएगा. ഇതാണ് നമ്മൾ ഹോട്ടലിൻ്റെ അവസ്ഥ കാണാൻ പോകുന്നത്. പറ്റ അബദ്ധമാണ്. ബെസ്റ്റൊക്കെ വലിച്ചിട്ടിട്ടുള്ള ഹോട്ടലാണ്. അത് പ്രിപ്പയർ ചെയ്യുന്നല്ല കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും പേര് കഴിക്കൂല ഈ ഇത്ര ഹോട്ടലിൽ നിന്നൊന്നും. നമ്മളധികം ഓരോന്നും പിടിക്കുന്നില്ല, എന്നാലും ചെറുതായിട്ട് കാണിക്കുന്നേ ഉള്ളൂ. നമുക്ക് നല്ല ഇവിടുന്ന് വിടാം. ഇത്രയും പേര് കേട്ട ഒരു സിറ്റിയിലുള്ള ഹോട്ടലുകളാണ് കേട്ടോ ഈ കാണുന്നത്. വളരെ മോശം
അവസ്ഥയിലാണ് ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ കൊടുക്കുന്നതും ഇതൊക്കെ. ഈ സൈഡിൽ കാണുന്ന ഹോട്ടലാണ്. ഒരു ഹോട്ടലിന്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. പിന്നാമ്പുറം എടുത്ത് മുന്നാമ്പുറത്ത് വെച്ച അവസ്ഥയാണ് ഇവിടെ. നമ്മളവിടെയൊക്കെ ബാക്ക് സൈഡിലാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക. ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ് കുക്കിംഗ്. ഇതൊക്കെയാണ് നമ്മളെ UP മോഡൽ വികസനം എന്ന്. ഇതിനൊക്കെയാണ് ഈ തള്ളി മറിക്കുന്നത്. UP മോഡൽ, ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറഞ്ഞത്. വികസനം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയില്ല. എല്ലാം പണ്ട് കാലത്തുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ കോലം നോക്ക്, പറ്റ അബദ്ധമാണ് മൊത്തം. ഇതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും പൊളിഞ്ഞു വീഴാൻ പാകത്തിലുള്ള ബിൽഡിങ്ങുകളാണിത്. കാൺപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്തുള്ള ബിൽഡിങ്. ഇത് ഒരു മെയിൻ ടൗണിലുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് നമ്മളെ പിന്നെ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ബിൽഡിങ് പോലെ ഉണ്ടാവും. നമ്മളെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉണ്ടായിരുന്ന ബിൽഡിംഗ് അല്ലേ, അതുപോലത്തെ ബിൽഡിംഗ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹോട്ടലിലത്തെ സീറ്റ്. കച്ചോടി എന്ന് പറഞ്ഞ സാധനത്തെ ഓർഡർ ചെയ്ത് നമ്മളെ നെയ്പത്തിരി അതന്നെ സംഭവം. मीठा है क्या? मीठा नहीं है? मीठा नहीं है, इसको इधर निकाल लो बस। हाँ। आराम से बैठ के खाओ, बैग हटा दो, आराम से खाओ बैठ। बिस्मिल्लाह। കാൺപൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഇതാണ് പറയാം. നമ്മളെ കുഴിമന്തിയും ബിരിയാണിയൊക്കെ ഇവിടെ ഫേമസ് ആണെങ്കിൽ ഇനി ഒരു 10-20 വർഷം കഴിയേണ്ടി വരുന്നതാണ്. അമ്മാതിരി അവസ്ഥയാണ്. ഇവിടെ ഉരുളക്കിഴങ്ങും അതുപോലെ പനീർ ഇത് വെച്ചിട്ടുള്ളതാണ്. നമ്മളെ നെയ്പ്പത്തിൽ തന്നെ നമ്മളൊക്കെ നാട്ടിലേക്ക് ഇപ്പോൾ മധുഹൂത്തും പിന്നെ വേറെ എന്തൊക്കെയോ ഐറ്റം റണ്ണാവും വെള്ളം റണ്ണായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇതായ അവസ്ഥ. വിശന്നാ തിന്നാന്നല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. जलेबी मेरे को इतना नहीं चलता है, वो मीठा ज्यादा नहीं चलेगा. हाँ ജിലേബിയും നെയ്പത്തിലും രാവിലെ ഫുഡിന് എന്താ ചെയ്യാ. बढ़िया ബടിയാ ബടിയാ ബടിയാ. ഇത് തൈര് കൊണ്ടുള്ളതാണ് കേട്ടോ. ദൂത് കാനാ ദൂത് കാ. ആ ഇവരെല്ലാത്തിലും കല്ല് ഇന്ദുപ്പാണ് കേട്ടോ യൂസ് ചെയ്യാം. ഓ കാല നമുക്ക് डालता है. पूरी और लेगा बस बस ഉണ്ടാക്കുന്ന കേട്ടോ കാൺപൂരിൽ. ഒരാള് പരത്തുന്നു. പരത്തിയത് കുറച്ചൊന്ന് വലുതാക്കുക, അടുപ്പിൽ വെക്കുക, തന്തൂരി അടുപ്പ്. അതിൻ്റെ മുകളിൽ സ്റ്റിക്കായി അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് എത്രയായാലും അത് പറിച്ചെടുക്കണം. അതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ തീ കത്തിക്കലാണ്. വിറകിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ തീ കത്തിച്ച് അതിൽ നിന്ന് വെന്ത് കഴിഞ്ഞാൽ എടുക്കലാണ്. അതിനുള്ള ഒട്ടി അവിടെ നിൽക്കും.
അത് വീണു പോകില്ല കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചാൽ വീണു പോകില്ല. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഒരു പശ പോലെ ഒട്ടി അവിടെ നിൽക്കും. ഒരെടാലോ പോയി എന്നോ അതെ. നമ്മൾ എപ്പോഴും വിചാരിക്കും ഇങ്ങനത്തെ ഒക്കെ വീഡിയോയിൽ കാണുമ്പോൾ ഇതെന്താ വീണ് പോകാത്തതെന്ന് നമ്മൾ വിചാരിക്കും. മൈദ ഒരു ആട്ട മൈദ, ആട്ടയും മൈദയും രണ്ടും കൂടിയിട്ടില്ലേ. അപ്പോൾ ഒരു പശ പോലെയുള്ള ഒരു സാധനമാണല്ലോ ഈ മൈദ. അത് നമ്മളവിടെ നല്ലോണം അമർത്തി അവിടെ വെക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചവിടെ വെക്കൂ. ഭയ്യ आपका नाम? മുഹമ്മദ് ജമീൽ. മുഹമ്മദ് ജമീൽ. ഇതാണ് തന്തൂരി സ്പെഷ്യലിസ്റ്റ്, തന്തൂരി റൊട്ടി का स्पेशलिस्ट. ठीक है. കാണുന്നതൊക്കെ ചായപ്പൊടി സെയിൽ ചെയ്യുന്ന കടയാണ്. ഫുള്ള് ചായപ്പൊടിയാണത്. ഡിഫറെൻറ്റ് ക്വാളിറ്റി ചായപ്പൊടി, അതുപോലെ മസാല ചായപ്പൊടി, ഇതൊക്കെയാണ്. ഈ കാണുന്നത് താമരയുടെ സീഡാണ്. താമരയുടെ സീഡ് റോസ്റ്റ് ചെയ്ത് സോയാബീൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് ബീഹാർ ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. കേരളത്തിൽ ഇനിയും അത് എന്തായില്ല, ആളുകൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ ആയില്ല. ഇപ്പം നോർത്ത് സൈഡിൽ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നമ്മളെ മാങ്ങ, അതുപോലെ മല്ലി, ഡ്രൈ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉണക്കിയതൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കൊപ്ര, മാങ്ങയുടെ സെയിൽ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ഇവിടെ കൺപൂർ. ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. വലിയ ക്യൂ ആണ്. ഇവിടെ എല്ലാ ഐറ്റംസും സെയിലാവുണ്ടോ. അത് നമ്മളെ മസാല ഐറ്റംസ്, അതുപോലെ ഹെർബിക്കൽ ഐറ്റംസ് എല്ലാം സെയിലാവും. ഇവിടെ ഈ കാണുന്നത് പൈസക്കാർ പൈസ വിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ എല്ലാം ഹോൾസെയിലേഴ്സ് ഉണ്ട്. ഹോൾസെയിലേഴ്സ് സാധനം സെയിൽ ചെയ്യും. അതുപോലെ പിന്നെ കളക്ഷന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. വെള്ള ഷീറ്റ് വിരിച്ചിരിക്കുന്നത് ഹോൾസെയിലേഴ്സാണ്. അവർ സാധനങ്ങൾ സപ്ലൈ ചെയ്യും. അതിന് പൈസ പിരിക്കാനും കളക്ഷനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അവിടെ പോയി കൊണ്ടു കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ. वीडियो बनाता है तुमका. ഒരു കച്ചവടക്കാരാണ് കേട്ടോ, കൺപൂരിലുള്ള കച്ചവടക്കാരാണ്. കൺപൂർ മുസ്ലിം കച്ചവടക്കാരെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഏത് ഈ മസാല ഐറ്റംസ് ചെയ്യുന്ന
വേറെ എവിടെ നമ്മള് മുസ്ലിംസിനെ ഈ മസാല ഫീൽഡിൽ അധികം കാണലില്ല. എല്ലാവരും വേറെ വേറെ ഓരോ ഒന്നില്ലെങ്കിൽ മരത്തിൻ്റെ കച്ചവടം അല്ലെങ്കിൽ വണ്ടി അങ്ങനത്തെ കയ്യിലാണ് മുസ്ലിംസിന് അധികം കാണല്. കാൺപൂരിൽ ചെറുതായിട്ട് ചെറിയ രീതിയിൽ മുസ്ലിംസ് മസാലേൻ്റെ ഇതൊക്കെ കച്ചവടം ചെയ്യുന്ന കാണുന്നുണ്ട്. ചൂട് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ, ആളുകൾ ചെറിയ രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാലും നമ്മൾ ബീഹാർ കണ്ട അത്ര കച്ചവടക്കാരൊന്നുമില്ല, ബീഹാർ ഗയയിൽ കണ്ട അത്ര കച്ചവടക്കാരൊന്നുമില്ല. ഇതിവിടെ ചില്ലറ കൊടുക്കുന്ന ടീംസാണ്. ചേഞ്ച് 500-നും ഇതിനൊക്കെ ചേഞ്ച് കൊടുക്കുന്ന ടീംസാണ്. 500-ൻ്റെ നോട്ടൊക്കെ ചില്ലറയാക്കി കൊടുക്കുന്ന ടീംസാണ് കണ്ടത്. മുസ്ലിംസിൻ്റെ കടയാണ്, നല്ലപോലെ സെയിലുള്ള ഒരു സ്ഥലമാണ്. വേറെ എവിടെ ഇത്ര തിരക്കില്ല. അയാളെ കച്ചവട രീതി തന്നെ മാറ്റാണ്. ഈ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര കംഫർട്ടാണ് ഈ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യാൻ. നമ്മൾ ഒരു ഇന്നോവയിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും ആ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ. അതായത് അതിൻ്റെ കുഷൻ്റെ ഒക്കെ പ്രത്യേകതയാണ്, അതിൻ്റെ സീറ്റിൻ്റെ ഒക്കെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഭയങ്കര കംഫർട്ടാണ് അതിലിരുന്ന് യാത്ര ചെയ്യാൻ. ഒരു മെയിൻ സർക്കിളിലാണ് കേട്ടോ നമ്മളുള്ളത്. കാൺപൂർ ജംഗ്ഷനിലൂടെ പോവാണ് നമ്മൾ. വലിയ മോഡേൺ ആയിട്ടുള്ള ടൗണും കാര്യങ്ങളൊന്നുമല്ല. ഭ്രാന്ത് പിടിച്ചു കേട്ടോ ഇവരെ ഈ യാത്ര തിരക്കും വെപ്രാളൊക്കെ കാണുമ്പോൾ നമ്മളെന്നെ അപ്പാട് പേടിച്ചു പോകും. പള്ളിയുടെ മിനാരൊക്കെ കണ്ടിട്ട് വലിയ പള്ളിയാണ്, സൗകര്യമുള്ള പള്ളിയാണെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ പള്ളീൻ്റെ ബിൽഡിംഗ് ഒക്കെ പഴയ പുരാതനമായിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഈ വണ്ടികളെ ഇത് നമുക്ക് സമ്മതിക്കാം, എന്താണെന്ന് വെച്ചാൽ തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ അത്തരം വണ്ടികൾ വേണം, ഇത് ഈ റിക്ഷ അതുപോലെ സൈക്കിളൊക്കെ. പക്ഷേ ഇവിടെയുള്ള ബിൽഡിങ്ങുകളുടെ കാര്യമാണ് ഏറ്റവും പരിതാപകരം. അത്യാവശ്യം നല്ല തിരക്കായി, വണ്ടികളൊന്നും അധികമൊന്നും മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മളിവിടെ ചെറിയൊരു ഹോട്ടൽ തൽക്കാലത്തേക്ക് ബുക്ക് ചെയ്ത്, ഹോട്ടലെന്ന് വെച്ചാൽ പറ്റ അബദ്ധ ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാ. അപ്പോൾ നമുക്ക് പുതിയൊരു കമ്പനി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് കാൺപൂരിൽ കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാളാണ്, നമുക്ക് കമ്പനി കിട്ടി. അവർ നമുക്ക് നല്ല ഹോട്ടലിലൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞു. ഇവിടെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട്, ഏതാണ്ട് രാത്രി ആയിട്ടുണ്ട്. എന്തായാലും ഒരു സ്ഥലം കാണിച്ചു തരാൻ ഒരാൾ വേണം. അപ്പോൾ നമുക്ക് ഒരാളെ കിട്ടിയത് ലക്ഷ്മൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയാണ്. അവരാണ് നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. വൈകുന്നേരമാണ് ഇവിടെ ആളുകൾ കൂടുതൽ വരുന്നത്. അനങ്ങാൻ പറ്റൂല, ഫുള്ള് വണ്ടികളാണ്, അപ്പുറവും ഇപ്പുറവും ഏത് ഭാഗത്ത് ഇറങ്ങിയാലും വണ്ടികളാണ്, അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. അയ്യാ മൂപ്പരെ കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളുണ്ട്. മൂപ്പര് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസൊക്കെ പഠിക്കാനുണ്ട് മൂപ്പരെ അടുത്ത്, അങ്ങനെ കൂട്ടിയതാണ്. ഒരു കഥാപാത്രമാണ്. ഇതാ ഫുൾ ടൈം കച്ചവടമുള്ള ഒരു കടയാണ്, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കച്ചവടം നടക്കുന്ന ഒരു കടയാണത്. അവിടുത്തെ കച്ചവടക്കാരനും പൊളിയാണ്. കാൺപൂരിൽ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റ അബദ്ധമാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിൻ്റെ കഥ. ഫോണില് പാട്ടും കേട്ടോണ്ട് നടക്കുന്നത്. आप कहाँ से प्रॉपर है? हाँ आप कहाँ से प्रॉपर कहाँ से? हाँ यही लाते हैं। इधर क्या है? हाँ ये सब दुकान भी पूरा दिन ഇന്ദുപ്പാണ് കേട്ടോ.
കാലാ നമക് അല്ലെങ്കിൽ റോക്ക് സാൾട്ട് എന്നൊക്കെ പറയുന്ന സാധനമാണ്. തൊണ്ണൂറുകള് അതുപോലെ 2000 കാലഘട്ടത്തിലുള്ള ഒരു ടൗൺ പോലെ തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ. ഇവിടെ ഇയാൾ കുറേ ദൂരത്തുനിന്ന് നമ്മളെ കൊണ്ടുവന്നേ. അവിടെയുള്ള ഹോട്ടല് ഫേമസ് ഹോട്ടലാന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഇതാണ് ഇവിടുത്തെ ഫേമസ് ഹോട്ടൽ. എല്ലാ ട്രെയിനും ഡിലേ ആണ് കേട്ടോ. പ്രയാഗ്രാജിലേക്ക് പോകുന്നതുകൊണ്ട് ഡയറക്റ്റ് പോകേണ്ട വണ്ടികളൊക്കെ പലതും വഴിതിരിച്ച് വിട്ടിട്ടൊക്കെ വരുന്നത്. നമ്മൾ ഇന്നലെ ബീഹാർ ഗയന്ന് കയറിയപ്പോൾ ഏതാണ്ട് 8 മണിക്കൂറായിട്ടോ ഡിലേ ആയിട്ടാണ് അപ്പോൾ വന്നത്. ഇത് നമ്മൾ കാൺപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണല്ലോ. നമ്മൾ രാവിലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ച് വന്നു. നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിച്ചൊരു ബിൽഡിംഗ് ആണ് കേട്ടോ കാൺപൂർ റെയിൽവേ സ്റ്റേഷൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ നോർത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയാൽ മതി. ബാക്കിയൊക്കെ ഇവിടുത്തെ ഓട്ടോക്കാരും ടാക്സിക്കാരൊക്കെ ചെയ്തോളും. നമ്മളെ പൊക്കി കൊണ്ടുപോയിക്കോളും. ഇനി ലോഡ്ജിലേക്കാണ് ലോഡ്ജ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പോട്ടിലേക്കാണെങ്കിൽ ഇവർ എടുത്ത് കൊണ്ടുപോയിക്കോളും. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് കാല് കുത്തിയാൽ മതി. അത്രയ്ക്ക് ക്യാൻവാസിങ് ആണ് ഇവിടുത്തെ റിക്ഷക്കാരൊക്കെ. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോയി ചോദിച്ചാലും അവരൊന്ന് ആലോചിക്കും പോണോ പോണ്ടേ എന്നുള്ളത്. നോർത്ത് ഇന്ത്യയും നമ്മളെ കേരളവും തമ്മിലുള്ള മാറ്റം അതാണ്. भैया इसमें बन जाए आपका काम. ഇതാണ് ഇവിടുത്തെ ചായ. ഇതാണ് കേട്ടോ ചായ. നല്ല ടേസ്റ്റുള്ള ചായ. ഒരു നമ്മളെ ഗ്രാമ്പൂ അതുപോലെ ഇഞ്ചി ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത് ചായ ഉണ്ടാക്കാൻ വേണ്ടി. അതെ, ഗ്രാമ്പൂടെ നല്ല ടേസ്റ്റ് വരുന്നു. നമ്മളെ പ്രയാഗ്രാജ് കുംഭമേള കഴിഞ്ഞ് വരുന്ന ടീംസാണ്. भिलवाड़ा यूपी में രാജസ്ഥാനിലുള്ള ടീംസാണ് കേട്ടോ. കുംഭമേള കഴിഞ്ഞ് വരും. ठीक है ट्रेन बुक किया क्या? ट्रेन अब आएगा 10 बजे. ठीक है मिल रही है, फिर बाद में आगे वो भिलवाड़े वाली मिलेगी. ठीक है. बहुत घूमना पड़ा बाबे को. उस घाट से लेके फिर वापस संगम तो दर्शन हुए ही नहीं. कल गंगा हो गया जो. और फिर आज नाइट में तो फिर नाइट में भी वो बहुत ही पब्लिक बहुत पूरे प्रयागराज में घूम के फिर वापस ट्रेन मिला हमारे. वो भी 5 बजे लाके यहाँ पे छोड़ा. और अब भगवान के दर्शन भी हो गए. माँ गंगा मैया के डुबकी भी लगवा दिया. और सारे भक्तों के आशीर्वाद से घूम कर वापस राजस्थान जा रहे हैं बाबा. हर हर महादेव, हर हर गंगे, हर हर भोलेनाथ. हो गया, अच्छी व्यवस्था, फुल व्यवस्था. हाँ, गंगा जाओ चाहे जमुना जाओ चाहे कर लो, गंगा में स्नान प्रेम बिना नहीं रीजे भगवान. के साथ मिला हुआ रहा. फिर क्या कि काशी जाओ और मथुरा जी जाओ और प्रेम बिना क्यों गोता खाओ. चाहे भजले भगवान, प्रेम बिना नहीं रीजे भगवान. और गुरु बिना मार्ग नहीं होते हैं. जब सनातन धर्म के तो गुरु का उपदेश लेना चाहिए कि आगे सुगरा मल जो सो सती नुगरा मल जो मती. सुगरा एक ऐसा मल जो वो धरना कही जाती. सुगरा तो एक ही काफी है. गुरु बिना मार्ग नहीं होते हैं, गुरु बिना ज्ञान नहीं होते हैं. परमात्मा क्या कि संत और साहिब एक ही होता है. संत साहिब में कोई फर्क नहीं होता है. बोले सनातन धर्म की, माता पिता गुरुदेव की, हर हर महादेव, जगह भौम की, बोले परशुराम महादेव की जय. ठीक. हेलो, ठीक है भाई. अच्छा भेज देना जो हम भी सुनेंगे. हाँ ठीक है. नाथ संप्रदाय के सर, हम नाथ संप्रदाय के नाथ जैसे मीडिया वालों का सहयोग भी रहा. और भगवान ने पर्व पवन धर्म पे गए हम. और सनातन धर्म से हैं. और हमने दर्शन भी किया अच्छी तरह से. और भगवान के बहुत अच्छे दर्शन हुए. बहुत ही अच्छा हमारा आत्मा को संतुष्टि मिली. और भगवान सबकी यात्रा को मंगलमय करें. प्रेम भरा नमस्कार और हाथ जोड़ के विनती. जय गंगा मैया, हर हर महादेव, हर हर भोलेनाथ. जय भोलेनाथ, जय श्री माँ, जय बाबा. അറേ കയ്യിലുള്ളത്
കഞ്ചാവാണ് കേട്ടോ അവരെ കയ്യിലുള്ളത്. हाँ कैमरा चल रहे हैं. हाँ हाँ कितने का दिया? कितने का दिया? क्या? इधर आप हाँ लोकल नहीं है ये पूरा इसका प्रयागराज का क्राउड है ना. हाँ जी कुंभ का है. हाँ कुंभ का है. हाँ हाँ യൂട്യൂബ് ചാനൽ സ്പൈസ് റൂട്ട്സ്. അവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ക്യാമറ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഓരോരുത്തർ വരും. അവർ വിചാരിക്കും വലിയ ഏതോ ബ്ലോഗർ സംഭവമൊക്കെ പൈസ പിരിക്കാൻ പോകുന്നതെന്ന് ഇവരെ അറിയില്ലല്ലോ. എന്നിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. പൈസ പിരിക്കാൻ പോകുന്നതെന്ന് ഇവരെ അറിയില്ല. ഇവർ വിചാരിക്കുന്ന വലിയ ഏതോ ബ്ലോഗറാണ്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യും. ടാക്സിക്കാരൊക്കെ കൊണ്ടുപോകുക നമ്മളെ വില കൂടിയ ലോഡ്ജിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ 1000-1500 വില അവരെ കമ്മീഷനും കൂടിയുള്ള ലോഡ്ജിലേക്കായിരിക്കും കൊണ്ടുപോകുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ക്യാൻവാസിംഗ് ആണ് നടക്കുന്നത്. കൺപൂരത്തെ വേറൊരു മോഡൽ ഓട്ടോയാണ് കേട്ടോ. ठीक है बनाया. ഡോറിന്റെ ഭാഗത്തിരിക്കാൻ കയറാനുള്ള കളിയാണ് കേട്ടോ. അതായത് AC കോച്ചിന്റെ ഡോർ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ കയറിയിട്ടൊക്കെയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഈ കുംഭമേളക്ക് പോകുന്നവർ യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് തൊട്ടപ്പുറത്ത് AC കോച്ചാണ്, AC എക്കണോമി. അതിൻ്റെ ഉള്ളിലേക്കുള്ള ഡോറ് ക്ലോസ്ഡ് ആണ്. ആ ഡോറിൻ്റെ ചെറിയൊരു ഗ്യാപ്പിൽ കയറിപ്പറ്റാൻ വേണ്ടി കളിക്കുന്ന കളിയാണിത്. അങ്ങനെയൊക്കെയാണ് ഈ കുംഭമേളക്ക് ആളുകൾ യാത്ര ചെയ്യുന്നത്. എല്ലാ ഡോറിൻ്റെ അടുത്ത് ഇതേ അവസ്ഥയാണ്. അത് 3 ടയർ AC ആണ്. അതിൻ്റെ ഡോർ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ठीक ब्लॉगर बना रहा है. हाँ तो मैं भी ये ब्लॉगर में ऐसा ही. मध्य चुनले आए ना आपको. मुलाकात होती रहेगी अपनी हमारी. ठीक ठीक. കാൺപൂരിലുള്ള ഒരു പള്ളിയാണ് കേട്ടോ അത്. പള്ളീൻ്റെ തൊട്ട് പുറത്തായിട്ട് ഉള്ള ട്രാൻസ്പോർട്ട് ഏരിയ. പള്ളിയിൽ ഉസ്താദൊക്കെ അവിടെ തന്നെ ഫാമിലി ആയിട്ട് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഉസ്താദിന്. ഉസ്താദിൻ്റെ കുട്ടികളൊക്കെ അവിടെ തന്നെ ഉണ്ട്. വൃത്തി എന്ന് പറയുന്ന സംഭവം തൊട്ട് നിണ്ടിക്കില്ല. ഓരോ റോഡോ അല്ലെങ്കിൽ വേറെ വീടിന് ഇവരെ താമസിക്കുന്ന ഏരിയകളോ ഒന്നും, എല്ലാം ചപ്പ് ചവറുകളെല്ലാം അവിടെ ഇവിടെ എല്ലാം ഫുള്ള് പരന്ന് കിടക്കുന്നുണ്ട്. വീട് താമസിക്കുന്ന ആ ഭാഗത്തൊക്കെ ചപ്പ് ചവറുകളെല്ലാം കൂട്ടിയിട്ട് ഒരു ഏരിയ സ്ഥലമാണ് അധികവും കാണാനില്ല. ഇവരെ താമസിക്കുന്ന ഏരിയ പോലും
തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഏരിയ സ്ഥിതിയാണിത്. ഇതൊക്കെ വീടാണ്. हाँ क्या बोल रहे हैं पता नहीं. थोड़ा नीचे से डालें, बहुत टाइम लगेगा इसमें. आपका रेस्ट आप यहाँ से चले गए. सुबह 10-11 बजे कानपुर